സമഗ്ര മേഖലകളിലേക്കും എത്തിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനി പരീക്ഷാ പേപ്പർ നോക്കും. നിങ്ങൾക്ക് പരീക്ഷാ ക്യാമ്പുകളിലൊക്കെ ഇനി അധ്യാപകരുടെ ആവശ്യമില്ല എന്നൊരവസ്ഥ വരും. ഈ പേപ്പർ നോക്കി കൃത്യമായിട്ട് അതിനകത്ത് അബദ്ധങ്ങളൊന്നും പറ്റത്തില്ല, ഉറങ്ങിപ്പോകത്തില്ല, കണ്ടുപിടുത്തം പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി പേപ്പർ നോക്കും. എന്ത് രസമായിരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ നാലാഞ്ചിറ സ്വദേശി ഐശ്വര്യ എസ് ലാലിൻ്റെ കണ്ടുപിടുത്തം അധ്യാപകർക്കാകെ ആശ്വാസമാകുന്നു. അതോടൊപ്പം തന്നെ ഒരു ഞെട്ടലും ഉണ്ടാക്കുന്നു. പരീക്ഷാ പേപ്പർ വെച്ചിട്ട് മെഷീൻ നോക്കൂ. ഇനി അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് പരീക്ഷാ മൂല്യനിർണ്ണയം. സ്കൂൾ അടച്ചാലും അധ്യാപകർക്ക് ഉത്തരക്കടലാസുകൾ നോക്കിത്തീരാത്ത ടെൻഷനാണ്. അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പരിഹാരമൊരുക്കുകയാണ് 24-കാരി. സ്വന്തമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് ബിടെക് ബിരുദധാരിയായ ഐശ്വര്യ എസ് ലാൽ. റെഡ് ഇങ്ക് എന്ന ആപ്ലിക്കേഷൻ വഴി പരീക്ഷാ മൂല്യനിർണ്ണയം എളുപ്പത്തിൽ നടത്താം. ആദ്യം ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്യുക, പിന്നാലെ ഉത്തരസൂചികയും നൽകുക. അത് കഴിഞ്ഞ് കുട്ടികളുടെ ഉത്തരക്കടലാസ് PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്യുക. മിനിറ്റുകൾക്കുള്ളിൽ ഈ ആപ്ലിക്കേഷൻ മൂല്യനിർണ്ണയം പൂർത്തിയാക്കും. ലോഗിൻ ആസ് ടീച്ചർ കൊടുക്കുക. ഇനി നമ്മൾ എക്സാംസിൽ പോകണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എക്സാം കസ്റ്റമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, അതിനുള്ള മാർക്സ് അതെല്ലാം നമുക്ക് തന്നെ കൊടുക്കാം. അപ്ലോഡ് ചെന്നിട്ട് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും കൊടുക്കുക. അപ്പം എക്സ്ട്രാക്ട് വിത്ത് ബട്ടൺ വരും. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതും ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും പിന്നെ ഈ സ്റ്റുഡൻറ്റിൻ്റെ ആൻസേഴ്സും കൂടെ ഇവാലുവേറ്റ് ചെയ്യും. കാണാപ്പാഠം പഠിച്ച് അതേപടി ഉത്തരക്കടലാസിലേക്ക് പകർത്തുന്ന വിദ്യാർത്ഥികൾ നന്നേ കുറവാണ്. ഉത്തരസൂചികയും ഉത്തരക്കടലാസും തമ്മിലുള്ള വ്യത്യാസത്തെ മറികടക്കാനും ഐശ്വര്യയുടെ കയ്യിൽ മാർഗമുണ്ട്. ഈ ആൻസർ കീയിൽ തന്നെ ആ സ്റ്റോറിയിൽ എന്തൊക്കെ വേണമെന്ന് ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഐഡിയ സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ എറേഴ്സും ഉണ്ടെന്നാണ് പറയുന്നത്. ആശയം കറക്റ്റായിട്ട് സ്വന്തം വാക്കിൽ എഴുതണം. പിതാവായ അജയലാലസ് സ്വന്തമായി നടത്തുന്ന സൂപ്പർ സോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് സ്ഥാപനത്തിലാണ് ഐശ്വര്യയുടെയും പരീക്ഷണം. അച്ഛൻ്റെ വഴിയെ തന്നെ നടക്കാൻ മകളും തീരുമാനിച്ചതാണ്. എനിക്കും കൊച്ചിലെ തൊട്ടേ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഫീൽഡിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തെങ്കിലും സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങളുടെ വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യാനും പിന്നെ തുടർന്ന് അങ്ങോട്ട് കൊടുക്കുന്ന എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് പ്രൊഫഷണൽ സ്കില്ലോട് കൂടി തന്നെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അധ്യാപകർ ഇതിനോടകം ഐശ്വര്യയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആപ്ലിക്കേഷൻ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും കൂടുതൽ മികവുറ്റതാക്കാനുമുള്ള ജോലികളിലാണ് ഇപ്പോൾ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.